Namaste all, once again welcome back to my YouTube channel. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായി നിങ്ങൾക്ക് ഇമോഷണൽ ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യുന്നതിന് സാധിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾക്ക് ആരായാൻ കഴിയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നല്ല റിലേഷൻഷിപ്പ്, ഒരു നല്ല ലൈഫ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം എന്ന ലോയിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ദ സീക്രട്ട്, രഹസ്യം എന്ന് പറയുന്നത്. സോ ഈ ബുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, വായിക്കാൻ താല്പര്യമുള്ള വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും ഫ്രീ ആയിട്ട് നിങ്ങളുടെ വാട്സപ്പിലേക്ക് PDF വേർഷൻ അയച്ചു തരുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ ദ സീക്രട്ട് എന്ന് വാട്സപ്പ് ടെക്സ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇമോഷണൽ ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് നമ്മുടെ പങ്കാളിയോട് ചോദിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിക്കുക എന്നതാണ്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഇമോഷണൽ ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുകൂടി നമുക്ക് നോക്കാം. ഉദാഹരണത്തിന്, ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളമാണ്, അതല്ലെങ്കിൽ ആഴത്തിൽ അവർ എത്രത്തോളം മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് തന്നെ സ്വയം തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം പരസ്പരമുള്ള ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒരുപാട് സമയം ഒന്നിച്ച് ട്രാവൽ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിച്ചത് കൊണ്ടോ ഇടപഴകിയത് കൊണ്ടോ ഒരിക്കലും ഒരു ഇമോഷണൽ ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചോളണം എന്നില്ല. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്, ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്. രണ്ട് പങ്കാളികളും, നിങ്ങളുടെ പങ്കാളിയുമായുള്ള ഇരു വ്യക്തികളും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ പങ്കാളിയോട് അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, ഒരു പക്ഷെ പേടിപ്പെടുത്തുന്നതാകാം, അതല്ലെങ്കിൽ ഒരുപാട് സന്തോഷിപ്പിച്ച ഒരു കാര്യമായിരിക്കും, അതല്ലെങ്കിൽ ദുഃഖം മാത്രം നൽകിയ ഒരു കാര്യമായിരിക്കും. ഇത്തരത്തിൽ പല അനുഭവങ്ങളും നേരിട്ടിട്ടുണ്ടായിരിക്കും അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡ് ലൈഫിൽ. സോ അതുകൊണ്ട് തന്നെ അവരുടെ ക്യാരക്ടറിനെയും അത്തരം സ്വഭാവങ്ങൾ തീർച്ചയായും ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് സോഷ്യലി ആണെങ്കിലും വിദ്യാഭ്യാസപരമായ രീതിയിലാണെങ്കിലും അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അവർക്ക് നൽകിയ അല്ലെങ്കിൽ അവർ എടുത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ ക്യാരക്ടറിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവരിപ്പോൾ എങ്ങനെയാണോ, അവരെന്തായി തീർന്നോ എന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടാകും എന്ന് ചുരുക്കം. എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇപ്പോൾ ഇങ്ങനെയായി മാറിയത്? ഉദാഹരണത്തിന് നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക് പറയാറുണ്ട്, അവൻ അല്ലെങ്കിൽ അവൾ ഈയിടെയായിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നത്, ഇങ്ങനെ ആയിരുന്നില്ല. ഒരു പക്ഷേ വളരെ സൈലൻ്റ് ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു, ഇപ്പോൾ വളരെ റൂഡായാണ് പെരുമാറുന്നത്. ഇത്തരത്തിൽ റീസെൻ്റായി നടന്നതോ അതല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ തന്നെ കിട്ടിയ എന്തെങ്കിലും സ്ട്രൈക്കൺ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് അവരുടെ ക്യാരക്ടറിനെ ബാധിക്കും എന്നുള്ളതാണ്. സോ അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പറയാനുണ്ടായിരിക്കും. അവരുടെ വാക്കുകളിൽ നിന്നും അവരുടെ അനുഭവം ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അവരെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും കൂടുതൽ ഇമോഷണൽ ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി രണ്ടാമതായി നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അവരുടെ ഫ്രണ്ട് സർക്കിളിനെ കുറിച്ച്, അതായത് അവർക്ക് ഏറ്റവും അടുപ്പമുള്ള അവരുടെ സുഹൃത്തിനെ കുറിച്ച് ചോദിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആ വ്യക്തിയോട് ചോദിക്കുന്നത്, അതായത് നമ്മുടെ പാർട്ട്ണറോട് നമ്മൾ ചോദിക്കുന്നത്? തീർച്ചയായും നമ്മുടെ ലൈഫിൽ ഒരുപാട് വ്യക്തികളുണ്ടായിരിക്കും. നമ്മുടെ സുഹൃത്ത് വലയം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ സ്കൂളിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കോളേജ് മേറ്റായി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്ന ആളുകൾ, കോവർക്കേഴ്സായി, അതല്ലെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സായി, അതല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും അൺഎക്സ്പെക്റ്റഡായി നമ്മൾ മീറ്റ് ചെയ്യുകയും പിന്നീട് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായി മാറിയ ഒരുപാട് വ്യക്തികളുണ്ടായിരിക്കും. സോ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ആ വ്യക്തിയോട് നമുക്ക് ഇഷ്ടം തോന്നാൻ അവരിലുള്ള ചില സ്പെഷ്യൽ ക്വാളിറ്റീസ് ആയിരിക്കും.
ഒരിക്കലും അത് ആ വ്യക്തിയിലുള്ള ക്വാളിറ്റി എന്നതിലുപരി ആ ഒരു ക്വാളിറ്റി നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത്. അതായത് നമ്മുടെ സുഹൃത്തിൽ ഒരു നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ ക്വാളിറ്റി നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സോ നിങ്ങളുടെ പാർട്ട്ണറുടെ ബെസ്റ്റ് ഫ്രണ്ട് അതല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിനെ കുറിച്ച് അറിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏത് തരം വ്യക്തികളുമായാണ് കൂടുതൽ അദ്ദേഹം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഇടപഴകാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങളുടെ പാർട്ട്ണറോട് അവരുടെ അടുത്ത സുഹൃത്തുക്കളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ഉന്നയിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണ്, എന്തെല്ലാം ക്യാരക്ടറിലാണ് അദ്ദേഹം ആകർഷനാകുന്നത് അല്ലെങ്കിൽ ആ പെൺകുട്ടി ആകർഷയാകുന്നത് എന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി മൂന്നാമതായി നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുമായുള്ള ലൈഫ് എങ്ങനെയാണ് അവൾ അല്ലെങ്കിൽ അവൻ നോക്കിക്കാണുന്നത് എന്ന്. ഉദാഹരണത്തിന് ഓരോ ആളുകളും ഒരു ലൈഫിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവരുടേതായ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ പങ്കാളിയുടെ കോൺസെപ്റ്റും നിങ്ങളുടെ കോൺസെപ്റ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. എന്നാൽ ആ ലിസ്റ്റിൽ പല കാര്യങ്ങളും ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ലിസ്റ്റിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ അതിന് വിപരീതമായി മറ്റു പല കാര്യങ്ങളുണ്ടായിരിക്കും. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പങ്കാളിയുമായി നിങ്ങൾ ചോദിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ രണ്ടു പേരും ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ലഭിക്കും. എന്തിനാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? തീർച്ചയായും നിങ്ങൾക്ക് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വർക്കായിരിക്കില്ല നിങ്ങളുടെ പാർട്ട്ണർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ഇഷ്ടം അതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കും. സോ ഇത്തരത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കിടയിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവുകയും അത് മനസ്സിലാക്കുകയും ചെയ്താൽ തീർച്ചയായും ഒരു നല്ല ഭാവി ജീവിതം നിങ്ങൾക്കും സൃഷ്ടിക്കാൻ സാധിക്കും. ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ എല്ലാവർക്കും ഒരു നല്ല ബോണ്ടിങ് നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളും തമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ.